ഗുരുവായൂർ അമ്പലത്തിൽ ഏകാദശി വിളക്ക് തുടങ്ങിയിട്ടോ. നല്ല തിരക്കാണ്. ചെമ്പൈ സംഗീതോത്സവവും ഏകാദശിയും ഇങ്ങനെ വരികയായി. അപ്പം ഉണ്ടാവണ തിരക്ക് പിന്നെ പറയാതെ വയ്യ. ഈ കിഴക്കേ നടക്കിലും പടിഞ്ഞാറേ നടക്കിലും തെക്കേ നടക്കിലൊക്കെ ആയിട്ട് ഒരുപാട് കുഞ്ഞു കുഞ്ഞു കടകളുണ്ട്. എന്തോരം കളിപ്പാട്ടാന്നറിയോ. തേജു കണ്ടില്ലേ, ഇങ്ങനെ ഓരോ സ്ഥലത്ത് കയറിയിട്ട് കളിപ്പാട്ടങ്ങൾ വാങ്ങുക. അതപ്പോൾ അവളുടെ പ്രധാന പണി. അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അവളുടെ ഈ പ്രായത്തിൽ ഞാനും അങ്ങനെ തന്നെയായിരുന്നു. കിഴക്കേ നടക്കിലൊരു ശ്യാമേട്ടൻ്റെ കട ഉണ്ടായിരുന്നു. പിന്നീട് സ്ഥലം വികസനത്തിൻ്റെ ഭാഗമായിട്ട് ആ കടയൊക്കെ മാറിയെങ്കിലും മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ ബാക്കിലുണ്ടായിരുന്ന ആ കട എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. എപ്പോൾ കയറി ചെന്നാലും ഒരു ചിരിയോടെ ഒരു ശ്യാമേട്ടനും അവിടുന്ന് വാങ്ങിയ മാലയും വളയും എല്ലാം എപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ശ്യാമേട്ടൻ ഇടയ്ക്ക് അങ്ങനെ അമ്പലത്തിൻ്റെ അകത്ത് വെച്ച് കാണുമ്പോൾ ഞാൻ അതൊക്കെ ഓർക്കാറുണ്ട് കേട്ടോ. ഗുരുവായൂരപ്പനെ തൊഴുത് കഴിഞ്ഞ ഒരു മസാല ദോശ, അത് നിർബന്ധം. ഇത്തവണ രുക്മിണി റീജൻസിയിലാട്ടോ വന്നിരിക്കുന്നത്. കിഴക്കേ നടക്കിലെ എലൈറ്റും പിന്നെ നമ്മുടെ രുക്മിണി റീജൻസിയും. ഇവിടുത്തെ മസാല ദോശ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. നല്ല എണ്ണ ഒഴിച്ചിട്ടുള്ള, നല്ല നെയ്യ് ഒഴിച്ചിട്ടുള്ള, നല്ല മുരുമുരുന്നനെയുള്ള മസാല ദോശ, കൂടെ നല്ല കാപ്പി. എന്ത് ടേസ്റ്റ് അറിയോ, ആ സാമ്പാറിൽ അങ്ങനെ മുക്കി കഴിക്കണം. പിന്നെ ഞാൻ എന്ത് സാധനം ഓർഡർ ചെയ്താലും അച്ഛൻ്റെ വക ഒരു പങ്ക് എനിക്ക് കിട്ടും കേട്ടോ. ഇത് കണ്ടില്ലേ തേജു, ആദ്യത്തെ 2 കഷ്ണം ദോശ കഴിച്ചപ്പോഴേക്കും പുള്ളിക്കാരത്തിയുടെ വയറ് നിറഞ്ഞു. പിന്നെ വെള്ളം കുടിച്ചിട്ട് വയറ് വീർപ്പിക്കില്ല പുള്ളിക്കാരത്തിയുടെ പരിപാടി. പറയാതെ വയ്യ, നല്ല അസല് കാപ്പിയായിരുന്നു. എനിക്ക് കാപ്പി കുടിക്കണേക്കാളും ഇഷ്ടം അതിങ്ങനെ മണത്ത് നോക്കാനാ. ആ ഒരു കോഫിയുടെ അരോമ അത് നല്ലതല്ലേ, ഒരു ഉന്മേഷമാണത്. കഫീൻ്റെ ആയിരിക്കും. അങ്ങനെ ഗുരുവായൂരൊക്കെ ഒന്ന് നടന്ന് അമ്പലനടയിലൊക്കെ ഒന്ന് പോയി ചുറ്റിക്കറങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി. അപ്പം ശരി, ടാറ്റാ.